വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിൽ സൂര്യവംശിയുടെ ഒരു നിറഞ്ഞാട്ടമായിരുന്നു. വെറും 38 പന്തുകളിൽ നിന്ന് സൂര്യവംശി നേടിയത് 93 റൺസ്. സെഞ്ചുറിക്ക് 7 റൺസ് അകലെ വെച്ചാണ് മുഹ്സിന്റെ ബൗളിങ്ങിൽ സൂര്യവംശി പുറത്താകുന്നത്. 10 സിക്സുകളും 7 ഫോറുകളും അടങ്ങുന്നതായിരുന്നു ആ അത്യുജ്വല ഇന്നിങ്സ്. T20 ഗെയിമിൽ എങ്ങനെ വിക്കറ്റ് നേടണമെന്നും ബൗൾ ചെയ്യണമെന്നും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള മത്സരത്തിൽ എഴുതിക്കൊണ്ടുവന്ന നോട്ട് ഉയർത്തിക്കാട്ടി വിക്കറ്റ് സെലിബ്രേഷൻ ആഘോഷിച്ച ആകാശ് സിംഗിനെ ഇന്ന് സൂര്യവംശി നിലം പരിശാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 3 ഓവർ ബൗൾ ചെയ്തപ്പോഴേക്ക് ആകാശ് സിംഗ് വിട്ടുകൊടുത്തത് 54 റൺസാണ്. അതിൽ ഏറെയും സിക്സുകൾ നേടിയത് സൂര്യവംശിയുടെ ബാറ്റിൽ നിന്ന് തന്നെയായിരുന്നു. അർഹിച്ച സെഞ്ചുറി തന്നെയാണ് ഇന്ന് സൂര്യവംശിക്ക് നഷ്ടമായത്. എങ്കിൽ പോലും ഇന്നത്തെ 93 റൺസ് നേട്ടത്തോടെ ഓറഞ്ച് ക്യാപ്പിന്റെ ഉടമയായി മാറിയിരിക്കുന്നു വൈഭവ് സൂര്യവംശി. ആദ്യം ബാറ്റ് ചെയ്ത LSG ജോഷ് ഇംഗ്ലീഷിന്റെയും മിച്ചൽ മാഷിന്റെയും ബാറ്റിംഗ് കരുത്തിലായിരുന്നു 220 റൺസ് നേടിയെടുത്തത്. 57 പന്തുകളിൽ നിന്ന് 96 റൺസുമായി അവസാന ഓവറിലാണ് മിച്ചൽ മാഷ് പുറത്തായത്. 96 റൺസ് പ്രകടനത്തോടെ ക്ലാസിനെ മറികടന്നുകൊണ്ട് ആദ്യം ഓറഞ്ച് ക്യാപ്പിനുടമയായത് മിച്ചൽ മാഷ് ആയിരുന്നു. എന്നാൽ 220 ചേസ് ചെയ്യാനിറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി സൂര്യവംശി 93 റൺസ് നേടിയപ്പോൾ മിച്ചൽ മാഷിനെയും മറികടന്നുകൊണ്ട് ആ ഓറഞ്ച് ക്യാപ്പ് തൻ്റെ പേരിലാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു അത്ഭുതപ്പെടുത്തുന്ന ഇന്നിങ്സ് ആയിരുന്നു സൂര്യവംശിയുടേത്. ആദ്യ 12 ബോളുകളിൽ നിന്ന് നേടാനായത് വെറും 11 റൺസ് മാത്രമാണ് സൂര്യവംശിക്ക്. പക്ഷെ പിന്നീട് അങ്ങോട്ടായിരുന്നു ഒരു ഓവറിൽ 3ഉം 4ഉം സിക്സുകൾ വെച്ച് ബൗണ്ടറിക്ക് പിറകെ ബൗണ്ടറികൾ പിറന്നുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻ ഋഷഭ് പന്തിന് ആരെ പന്തേൽപ്പിക്കണമെന്ന് പോലും അറിയാതെ കഷ്ടപ്പെടുന്ന കാഴ്ചയായിരുന്നു. സത്യത്തിൽ ഇന്ന് ക്യാപ്റ്റൻ ജയ്സ്വാൾ ആയിരുന്നു ആക്രമണത്തിന് തുടക്കമിട്ടത്. 23 പന്തുകളിൽ 43 റൺസ് എടുത്ത് ജയ്സ്വാൾ പുറത്തായി. പരാഗ് പരിക്ക് മൂലം ഇന്നത്തെ മത്സരത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം ജയ്സ്വാൾ കൃത്യമായി ഗ്രൗണ്ടിൽ നടപ്പാക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. 250 മുകളിലേക്കും പോകുമായിരുന്ന LSGയുടെ സ്കോറിനെ പിടിച്ചുകെട്ടിയത് ക്യാപ്റ്റൻ ജയ്സ്വാളിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ തന്നെയായിരുന്നു. അതിന് സപ്പോർട്ടായിക്കൊണ്ട് ജോഫ്രെ ആർച്ചറിന്റെ മികവുറ്റ യോർക്കറുകളും കൂടിയായപ്പോൾ അവസാന ഓവറുകളിൽ സ്കോർ കണ്ടെത്താൻ ഋഷഭ് പന്തിനും മിച്ചൽ മാഷിനും നന്നേ പാട്ടുപെടേണ്ടി വന്നു. ഇന്നത്തെ വിജയത്തോടെ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിനുള്ള സാധ്യത ഒന്നുകൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ രാജസ്ഥാൻ റോയൽസ് അവസാന മത്സരം പരാജയപ്പെട്ടാൽ പോലും ഇന്നത്തെ മികച്ച റൺ റേറ്റ് രാജസ്ഥാൻ റോയൽസിനെ പ്ലേ ഓഫിലേക്ക് എത്താൻ സഹായിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. പക്ഷേ പഞ്ചാബ് വിജയിക്കുകയും രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുകയും ചെയ്താൽ 15 പോയിന്റോടെ പ്ലേ ഓഫിലേക്ക് മുന്നേറുന്നത് പഞ്ചാബ് ആയിരിക്കും. ഇന്നത്തെ മത്സരത്തിൽ ഷഹബാസ് അഹമ്മദിനെ ബൗൾ ചെയ്യാൻ കൊണ്ടുവരാത്തത് ക്രിക്കറ്റ് ആരാധകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് കാരണമായി പറഞ്ഞത് ജയ്സ്വാളും സൂര്യവംശിയും 2 ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാർ കളത്തിൽ നിറഞ്ഞാടുമ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബൗളറായ ഷഹബാസ് അഹമ്മദിനെ ബൗൾ ചെയ്യിപ്പിക്കുന്നത് ഉചിതമല്ല എന്ന് കരുതിക്കൊണ്ടാണ് മാറ്റി നിർത്തിയതെന്നാണ്. സൂര്യവംശി പുറത്തായതിനു ശേഷവും ഷഹബാസ് അഹമ്മദിനെ ബൗൾ ചെയ്യിപ്പിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. വിജയം അനിവാര്യമായ മത്സരത്തിൽ പരിക്ക് മൂലം ക്യാപ്റ്റനെ നഷ്ടപ്പെട്ടിട്ടും രാജസ്ഥാൻ റോയൽസ് വേറിട്ട പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചത്. അതിന് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും തന്നെയാണ്. 3 സിക്സും 3 ഫോറും അടക്കം 38 പന്തുകളിൽ 53 റൺസോടെ 50 പൂർത്തിയാക്കിയ ജൂറലായിരുന്നു വിജയത്തിലേക്ക് രാജസ്ഥാൻ റോയൽസിനെ നയിച്ചത്. 221 എന്ന വിജയലക്ഷ്യം വെറും 3 വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് രാജസ്ഥാൻ റോയൽസ് അവസാന ഓവറിലാണ് LSGക്കെതിരെ വിജയം നേടിയെടുത്തത്. അവസാന ഓവറുകളിൽ യോർക്കറുകൾ കൊണ്ട് LSGയുടെ ബാറ്റേഴ്സിനെ വരിഞ്ഞുകെട്ടിയ ജോഫ്രെ ആർച്ചർ തന്നെയാണ് ഇന്നത്തെ ബൗളിംഗിലെ താരം. 39 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും നേടിയെടുത്തു ജോഫ്രെ ആർച്ചർ. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.